So, good evening, all. Welcome to Eduwise. Eduwise Academic Initiative കീഴിലുള്ള UGC നെറ്റ് എക്സാമിന്റെ PYQ അനാലിസിസിലാണ് നമുക്ക് ഉള്ളത്. സോ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. സോ കഴിഞ്ഞ 2023 ജൂൺ എക്സാമിലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. മാക്സിമം നമുക്ക് 1 hour ടൈമാണുള്ളത്. സോ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ കഴിയുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ ക്വസ്റ്റ്യന് വായിക്കുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാവുന്നതാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, കഴിഞ്ഞ ജൂൺ സെഷൻ എക്സാമിനേഷനിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇൻ APA സ്റ്റൈൽ ഓഫ് റെഫറൻസിങ് ഫോർ എ ജേർണൽ ആർട്ടിക്കിൾ. നമ്മൾ APA സ്റ്റൈല് in APA style of referencing for a journal article, which of the following would come in the end? നമുക്കറിയാം APA സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്, അത് ജേർണൽ ആർട്ടിക്കിളിൽ APA സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്ങിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും അവസാനമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ലാസ്റ്റ് നെയിം ഓഫ് ദി ഓതർ, ദെൻ ടൈറ്റിൽ ഓഫ് ദി റിസർച്ച് ആർട്ടിക്കിൾ, പേജ് നമ്പേഴ്സ് ആൻഡ് DOE നമ്പർ. ഇത്രയുമാണ് നമുക്കുള്ളത്. സോ ലെറ്റ്സ് ആരെങ്കിലും നമുക്ക് ആൻസർ അറിയാവുന്ന ഒരു കമന്റ് ബോക്സിൽ നമുക്ക് ആൻസർ ഓപ്ഷൻസ് ചെയ്താൽ. സോ എനിവൺ? Anyone please make your answer. ആരെങ്കിലും ആൻസർ അറിയാവുന്ന മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാവുന്നതാണ്. സോ നമുക്ക് ആൻസർ ആരും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. സോ നമുക്കറിയാം APA സ്റ്റൈൽ ഓഫ് റെഫറൻസിങ് എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ് APAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ നമുക്ക് APAക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു റെഫറൻസിങ് രീതിയുണ്ട്. സോ നമ്മൾ ആ ഒരു റെഫറൻസിങ് രീതി ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ അതിനെ ഓർഡർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇതിന്റെ ആൻസർ, ദ റൈറ്റ് ആൻസർ ഇസ് ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ടുള്ളത്. നമുക്ക് ഡി ആൻസറിൽ നമുക്ക് വരുന്നത് DOI നമ്പറാണ്. DOI നമ്പറാണ് ഒരു APA റെഫറൻസിങ് സ്റ്റൈലിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്നത്. എന്താണ് DOI നമ്പർ എന്ന് പറയുന്നത്? ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ എന്നാണ് DOIയുടെ ഫുൾ ഫോം. ഇത് കഴിഞ്ഞ ജൂൺ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ. സോ ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ എന്ന് പറയുന്നത് നമുക്ക് ഹലോ ഓക്കെ, ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ. ദെൻ ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ നമ്മൾ മെയിൻ ആയിട്ടും ഇത് ഒരു നമ്പറാണ്. സോ നമുക്ക് ബുക്സിനും അല്ലെങ്കിൽ ആർട്ടിക്കിൾസിനും ഒക്കെ ഉള്ള ISBN നമ്പർ പോലെയുള്ള ഒരു ഡിജിറ്റൽ നമ്പറാണ് ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആർട്ടിക്കിൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്റർനെറ്റിൽ സൈറ്റേഷൻ ചെയ്യാനും നമുക്കത് പെട്ടെന്ന് തന്നെ കണ്ടെത്താനും സഹായിക്കുന്ന ഒരു നമ്പറാണ് ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. സോ ഈ DOI നമ്പറാണ് നമ്മൾ APA സ്റ്റൈൽ ഓഫ് റെഫറൻസിംഗ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ APA സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്ങിന്റെ ഒരു മോഡലുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓതറുടെ പേരാണ്, ഓതറുടെ സെക്കൻഡ് നെയിം ആണ് വരിക. ദെൻ ഓതറുടെ ഫസ്റ്റ് നെയിം നമ്മൾ അബ്രിവേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതും. ദെൻ മോഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും, ഓതർ A.A. ദെൻ നമ്മൾ രണ്ടാമതൊരു ഓതർ ഉണ്ടെങ്കിൽ ആൻഡ് കൊടുത്തിട്ട് സെക്കൻഡ് ഓതറെ നമ്മൾ അതുപോലെ തന്നെ കൊടുക്കും. ദെൻ ബ്രാക്കറ്റിൽ നമ്മൾ ഇയർ ഓഫ് പബ്ലിക്കേഷൻ കൊടുക്കും. ദെൻ ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ നമ്മൾ ഇൻവേർട്ടർ കോമയിലാണ് കൊടുക്കുന്നത്. ദെൻ ടൈറ്റിൽ ഓഫ് ദി ജേർണൽ, വോളിയം നമ്പർ, ഇഷ്യൂ നമ്പർ, ദെൻ കോളൻ, ദെൻ പേജ് നമ്പേഴ്സ്, ദെൻ DOI നമ്പർ. ഇതാണ് നമ്മുടെ APA സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. സോ ഇത് അതിന്റെ മുമ്പത്തെ എക്സാമിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ സ്റ്റൈൽ ഓഫ് റെഫറൻസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദെൻ വിച്ച് എമംഗ് ദ ഫോളോവിങ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ? ഇൻഡിപെൻഡന്റ് വേരിയബിളുമായി ബന്ധപ്പെട്ട ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദെൻ നമുക്ക് ഇത്
ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് എ, ഇറ്റ് ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ് 2 ലെവൽസ്. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന് അറ്റ്മോസ്റ്റ് 2 ലെവലെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബി, ഇറ്റ് ക്യാൻ ഹാവ് മെനി നമ്പർ ഓഫ് ലെവൽസ്, ഒരുപാട് നമ്പർ ഓഫ് ലെവൽസ് ഉണ്ടാകും. ദെൻ സി, ഇറ്റ് ക്യാൻ ബി ക്വാളിറ്റേറ്റീവ് വേരിയബിൾ, ഇത് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണ്. ദെൻ ഡി, ഇറ്റ് ക്യാൻ ബി എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ, ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ആണെന്നുള്ളതാണ്. സോ ഇതിൽ നമുക്ക് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആൻസർ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. എ നമുക്കുള്ളത് എ സി ഡി ഓൺലി, then B, B, C, D only, then C, B, D only, then D, A, B, D only. Then anyone here ആരെങ്കിലും ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് നമുക്ക് അറിയിച്ചാൽ, സോ നമുക്ക് ഒരു 5 seconds ടൈം തരാം. അതിനകത്ത് ആരെങ്കിലും ആൻസർ പറയുകയാണെങ്കിൽ then നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. Or anyone please turn on your mic, then സോ ലെറ്റ് മീ ആൻസർ. ഞാൻ ആൻസർ പറയാം. ഇതിൽ നമ്മൾ NTA എക്സാം പോലെയുള്ള അല്ലെങ്കിൽ UGC നെറ്റ് എക്സാം പോലെയുള്ള എക്സാമുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു എക്സാമിനേഷൻ സ്കില്ല് കൂടി നമ്മൾ പ്രകടമാക്കേണ്ട ഒരു എക്സാമിനേഷൻ ആണ്. സോ നമുക്ക് ഒരു പക്ഷെ നമ്മുടെ എല്ലാ സിലബസും നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് എക്സാമിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഇതിന്റെ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് കണ്ടെത്തുന്നതിനുള്ള വേറൊരു കുറുക്ക് വഴി കൂടി ഞാൻ പറയാം. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിളുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്കറിയാം റിസർച്ചിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ ആണ്. നമ്മൾ റിസർച്ചിൽ ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ദെൻ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ ബേസിക്കലി നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് ക്വാളിറ്റേറ്റീവ്, ഇറ്റ് ക്യാൻ ബി ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ രണ്ടും നമ്മുടെ ആൻസറിലുണ്ട് കാര്യം നമുക്ക് സോ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ഈ 2 വേരിയബിളും നമുക്ക് ആരെങ്കിലും മൈക്കൊന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ. ആരാണ് മൈക്ക് ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടാകും. ആരെങ്കിലും വരുന്നാണ് പറയുന്നത്. സോ നമ്മളിപ്പോ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് വേരിയബിളും നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലും ക്വാളിറ്റേറ്റീവ് റിസർച്ചിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ ഇറ്റ് ക്യാൻ ബി എ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഈ 2 ഓപ്ഷൻ നമ്മുടെ ആൻസറിനകത്ത് വരും എന്നുള്ളത് നമുക്ക് ഷുവർ ആണ്. സോ ഈ 2 ഓപ്ഷൻ വരുന്ന സി ആൻഡ് ഡി ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാവുന്നതാണ്. ഓപ്ഷൻ സി ആൻഡ് ഡി വരുന്ന ഓപ്ഷൻസ് നമുക്കുള്ളത് എയും ബിയുമാണ്. സോ നമുക്ക് 2 ഓപ്ഷൻസ് നിലവിൽ ആദ്യ റൗണ്ടിൽ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സിയും ഡിയും നമുക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇനിയുള്ളത് നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്, ഓപ്ഷൻ എ ആൻഡ് ബി. ഇത് നമുക്ക് ഇറ്റ് ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ് 2 ലെവൽസ് ആണോ, ദെൻ ഇറ്റ് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ലെവൽസ് ആണോ, മെനി നമ്പർ ഓഫ് ലെവൽസ് ആണോ എന്നുള്ളതാണ്. നമുക്കറിയാം ഇൻഡിപെൻഡന്റ് വേരിയബിൾ, നമ്മൾ ഒരു റിസർച്ചിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് അതിന് ഒരുപാട് ലെവൽസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ദെൻ നമ്മുടെ ആൻസർ ബി ആണ്. അപ്പൊ സോ ബി സി ഡി ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികളുടെ അസസ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ഒരു ട്രെയിനിങ്ങിന് വന്നിട്ടുള്ള ഒരു ടീച്ചറുടെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ഒരു റിസർച്ച് നമ്മൾ നടത്തുന്ന സമയത്ത് അവരുടെ വിവിധങ്ങളായിട്ടുള്ള അപ്പോൾ 3ഓ അതിലധികമോ നമുക്ക് ടീച്ചിങ് ടെക്നോളജീസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് നമ്മൾ ഒന്നിടവിട്ടിട്ട് നമ്മൾ കൊടുക്കുന്നു. സോ ഏത് ടെക്നോളജിയാണ് കുട്ടികളുടെ സ്റ്റഡിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒന്നിലധികം ലെവൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻഡിപെൻഡന്റ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. സോ ഇതാണ് നമുക്ക്
അതുപോലെ തന്നെ ഇതാണ് നമുക്ക് ലോജിക്കലി നമ്മളൊരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടെത്തുന്നത്. സോ നമുക്ക് ഇനി റൈറ്റ് ആൻസർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതില് ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണെന്നുള്ളത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ കൂടി ഞാനൊന്ന് പറയുകയാണ്, നമ്മളൊരു റിസർച്ചിനകത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് വേരിയബിൾ ആണ്, അഥവാ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ ആണ്. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോച്ചിങ് അല്ലെങ്കിൽ നമ്മൾ ട്യൂഷൻ എങ്ങനെയാണ് കുട്ടികളുടെ പെർഫോമൻസിനെ മാർക്കിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു റിസർച്ച് നടത്തുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുട്ടികളുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അത് കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ദെൻ നമുക്ക് ഇവിടെ കോച്ചിങ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ചാറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. അതർവൈസ് നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ടും പറയാവുന്നതാണ്. ബട്ട് മൈക്ക് നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മൈക്ക് ഓഫ് ആക്കാൻ മറന്നു പോകരുത്. അനുഭവം എനിക്ക് എന്റെ ഇന്റർവ്യൂ യാത്രയിൽ സംഭവിച്ചു. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഹെൽപ്സ് ദ റിസർച്ചർ വിത്ത് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ് ഹെർ ഓർ ഹെർ ഫൈൻഡിങ്സ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഹെൽപ്സ് ദ റിസർച്ചറിനെ സഹായിക്കുന്നു വിത്ത് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹെർ ഫൈൻഡിങ്സ്. അവരുടെ ഫൈൻഡിങ്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വിഷയത്തിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒരു റിസർച്ചറിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കൊടുത്തുള്ള സ്റ്റേറ്റ്മെന്റ് 1. ദെൻ സ്റ്റേറ്റ്മെന്റ് 2 ആയിട്ടുള്ളത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഈസ് നോട്ട് ഓഫ് എനി ഹെൽപ്പ് ഇൻ ലേണിംഗ് ഡിഫറെന്റ് തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ അപ്രോച്ചസ് ടു യുവർ റിസർച്ച് ഏരിയ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നിങ്ങളുടെ റിസർച്ച് ഏരിയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ അപ്രോച്ചുകൾ പഠിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ഹെൽപ്പും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 2 ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ തന്നിട്ടുള്ളതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമുക്കുള്ളത് ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ, ബോത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നുള്ളതാണ്. ദെൻ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണെന്നുള്ളതാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, ദെൻ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ് എന്നുള്ളതാണ് തേർഡ് ഓപ്ഷൻ. ദെൻ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ എന്നുള്ളതാണ് നമുക്ക് ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ളത്. സോ എനിവൺ ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ആൻസർ? ആർക്കെങ്കിലും ആൻസർ ഗസ് ചെയ്യാൻ കഴിയുമോ? ഹലോ, ഓപ്ഷൻ സി ആണ് നമുക്ക് ഒരാൾ ആൻസർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒരു റിസർച്ചറെ സംബന്ധിച്ച് അയാളുടെ ഫൈൻഡിങ്സ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് ട്രൂ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമുക്ക് ബേസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ റിസർച്ചിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കുമായി ബന്ധപ്പെട്ട എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നതിനാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ അയാളുടെ ഫൈൻഡിങ്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വിഷയത്തിൽ എന്തായാലും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 വന്നിട്ടുള്ള എന്താണ്? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഇസ് നോട്ട് എനി ഹെൽപ്പ് ഇൻ ലേണിംഗ് ഡിഫറെന്റ് തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ അപ്രോച്ചസ് ടു യുവർ റിസർച്ച് ഏരിയ. നമ്മുടെ റിസർച്ച് ഏരിയയുമായി ബന്ധപ്പെട്ട മെത്തഡോളജിക്കൽ ആൻഡ് തിയററ്റിക്കൽ ഏരിയയിൽ ഒരു സഹായവും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ തരുന്നില്ല എന്നുള്ളതാണ്. ഇത് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. കാരണം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് നമ്മുടെ റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്താനും അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ റിസർച്ചിന്റെ തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ നമ്മുടെ റിസർച്ചിന്റെ മെത്തഡോളജി സെറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് ആൻസറിൽ നമുക്ക് സഹായിക്കുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 ഇവിടെ ഫാൾസ് ആണ്. സോ നമ്മുടെ ആൻസർ നേരത്തെ ആൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, ദെൻ ബട്ട് ദ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. സോ ഇതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഉള്ളത്. ദ ആൻസർ ഈസ് സി. ദെൻ ദ ഫോർത്ത് അനദർ ക്വസ്റ്റ്യൻ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളത് identify the disadvantages of closed-ended questions in survey research. നമുക്കറിയാം സർവേ റിസർച്ച് ഈസ് ദ റിസർച്ച് കണ്ടക്ടഡ് ത്രൂ സർവേയിലൂടെ നടത്തുന്ന റിസർച്ചിനാണ് നമ്മൾ സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ഈ സർവേ റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിസർച്ച് ടൂളാണ് ക്വസ്റ്റ്യൻ എയറിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ
ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മേക്ക് ഫോഴ്സ്ഡ് ചോയ്സ് ആൻസർ എക്സ്ഹോസ്റ്റീവ്. ദെൻ ഓപ്ഷൻ ദെൻ ബി ദർ ഇസ് ലോസ് ഓഫ് സ്പോണ്ടേനിറ്റി ഇൻ റെസ്പോണ്ടൻസ് ആൻസേഴ്സ്. ദെൻ ഓപ്ഷൻ സി they are time consuming for interviewers to administer. Anyone guess? Anyone can guess? Please answer. ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ കഴിയോ? ഓക്കെ, നമ്മൾ ആരും ആൻസർ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം സർവേ റിസർച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെയറുകളാണ് ഉണ്ടാവുക. ക്ലോസ് എൻഡഡ് ആൻഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും എന്താണ്, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ദെൻ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, അല്ലെങ്കിൽ കുറച്ചും കൂടി വിശദീകരിച്ച് എഴുതുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി വിശദീകരിച്ച ഉത്തരം ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതിൽ നമുക്കറിയാം യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 3 ഡിസഡ്വാൻറ്റേജസിൽ നമുക്ക് സി എന്താണ്, ദേ ആർ ടൈം കൺസ്യൂമിംഗ് ഫോർ ഇന്റർവ്യൂസ് ടു അഡ്മിനിസ്റ്റർ എന്നുള്ളതാണ്. ടൈം കൺസ്യൂമിംഗ് ആണ്. സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരിക്കലും ടൈം കൺസ്യൂമിംഗ് അല്ല. ബട്ട് നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ അവിടെ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ നമുക്ക് ഇവിടെ ദേ ആർ ടൈം കൺസ്യൂമിംഗ് ഫോർ ഇന്റർവ്യൂസ് ടു അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരിക്കലും ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ സംബന്ധിച്ച് ഒരിക്കലും ട്രൂ അല്ല. കാരണം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, വളരെയധികം ടൈം ലാഭിക്കുന്ന ക്വസ്റ്റ്യനെയർ ആണ് നമുക്ക് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ഈ 3ാമത്തെ ഓപ്ഷൻ തെറ്റാണ് എന്ന് നമുക്ക് അതിൽ നിന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ ഓപ്ഷൻ സി, നമ്മൾ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ എലിമിനേറ്റ് ചെയ്തു. ദെൻ നമുക്കുള്ളത് ഓപ്ഷൻ എയും ബിയുമാണ്. നമുക്ക് എയും ബിയും മാത്രമുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ്. അത് ഓപ്ഷൻ എ മാത്രമാണ് നമുക്ക് ഓപ്ഷൻ എയും ബിയും മാത്രം വരുന്നത്. ബാക്കി 3 ഓപ്ഷനിൽ നമുക്ക് സി വരുന്നുണ്ട്. സി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, അത് നമ്മുടെ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ച് നമുക്കത് ഫാൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മൾ ഇതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു എലിമിനേഷൻ അല്ലെങ്കിൽ ഒരു എലിമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് മറ്റുള്ള ആൻസറിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നമ്മൾ പഠിച്ച വിവരം വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പ്രത്യേകിച്ച് നെറ്റ് എക്സാം പോലെയുള്ള ഒരു എക്സാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം റീസെന്റ് ആയിട്ട് എൻഡിഎ ക്വസ്റ്റ്യൻസിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വളരെയധികം വരുന്നത്. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ച് നമ്മൾ ബോധേഡ് ആയിരിക്കണം. നന്നായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുക. സോ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 തന്നിട്ടുള്ളത്, content analysis is an approach to the analysis of documents and texts that seeks to analyze them in qualitative terms. Then statement type 2 നമുക്ക് തന്നിട്ടുള്ളത്, കണ്ടന്റ് അനാലിസിസ് ഈസ് എ വെരി ട്രാൻസ്പെറന്റ് റിസർച്ച് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളതാണ്. എനിവൺ ക്യാൻ ഗസ്, ആരെങ്കിലും ഗസ് അടിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റ് ആൻസർ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ പറയാവുന്നതാണ്. ദെൻ മാർക്ക് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുകയോ ചാറ്റ് ബോക്സിൽ അറിയിക്കുകയോ. ആരെങ്കിലും ആൻസർ പറയോ? സോ ആൻസർ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഇതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയാം. കണ്ടന്റ് അനാലിസിസ് ഈസ് ആൻ അപ്രോച്ച് ടു ദ അനാലിസിസ് ഓഫ് ഡോക്യുമെന്റ് ആൻഡ് ടെക്സ്റ്റ്. ഇത് ഇത്രയും കറക്റ്റ് ആണ്. നമുക്കറിയാം കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി കോണ്ടന്റുകളുമായി ബന്ധപ്പെട്ട, എസ്പെഷ്യലി നമുക്ക് ബുക്സിന്റെ അല്ലെങ്കിൽ ടെക്സ്റ്റുകളുടെ ഒക്കെ കണ്ടന്റുകൾ, ഡോക്യുമെന്റുകളുടെ ഒക്കെ കണ്ടന്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിസർച്ച് ആണ്. നമുക്ക് ഇത്രയും നമുക്ക് കറക്റ്റാണ്. ബട്ട് അതിന്റെ എൻഡ് നമുക്ക് നോക്കാം. ഇൻ ക്വാളിറ്റേറ്റീവ് ടേംസിൽ മാത്രമാണ് എന്നുള്ളത് ഫാൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമുക്കറിയാം കണ്ടന്റ് അനാലിസിസ് ഒരിക്കലും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ മാത്രമല്ല, ബട്ട് ഓൾസോ യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ കണ്ടന്റ് അനാലിസിസ്
നടത്തുന്നുണ്ട്. സോ നമുക്ക് തന്നിട്ടുള്ള അനലൈസ് ദം ഇൻ ക്വാളിറ്റേറ്റീവ് ടേംസ് എന്ന് പറയുന്ന ക്വാളിറ്റേറ്റീവ്സ് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടന്റ് അനാലിസിനോട് ചുരുക്കുന്നുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ ഫാൾസ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് കാണാൻ പറ്റും. ദെൻ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ്, കണ്ടന്റ് അനാലിസിസ് എ വെരി ട്രാൻസ്പെറന്റ് റിസർച്ച് മെത്തേഡ്. അത് വളരെ കറക്റ്റ് ആണ്. കാരണം നമുക്കറിയാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു സാധനത്തിന്റെ ഡോക്യുമെന്റിന്റെ ടെക്സ്റ്റിന്റെ കണ്ടന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ അതിനകത്തുള്ള നമുക്ക് ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻസ് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ യാതൊരു തരത്തിലുള്ള മാനിപ്പുലേഷൻസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിസർച്ച് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് എന്താണ്, ട്രൂ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 is false, then but the statement second is true. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് അല്ലാത്തത് താഴെ പറയുന്നവൽ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണ്, ബി ട്രെൻഡ് സ്റ്റഡി ആണ്, സി പ്രോസ്പെക്റ്റീവ് സ്റ്റഡി ആണ്, ദെൻ ഡി കൊഹോർട്ട് സ്റ്റഡി ആണ്. ഇത്രയുമാണ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് അല്ലാത്തത് ഏതാണ് എന്നാണ്. സോ ആൻസർ ഓപ്ഷൻ എ ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണ്. കാരണം നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന ടൈപ്സ് ഓഫ് റിസർച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ക്രോസ് സെക്ഷണൽ സ്റ്റഡിയും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിയുമാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പഠിക്കാറുള്ളത്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിയും അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ സ്റ്റഡിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ക്രോസ് സെക്ഷൻ സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിലുള്ള ആളുകളുടെ ഇന്ററാക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള പഠനങ്ങൾ നമ്മൾ ക്രോസ് സെക്ഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ബട്ട് ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടൈം സ്പാനിനകത്താണ്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ക്രോസ് സെക്ഷൻ സ്റ്റഡി ഇപ്പോൾ കൊറോണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കേസിനകത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചുള്ള പഠനങ്ങളായിരിക്കും നമ്മൾ ക്രോസ് സെക്ഷൻ സ്റ്റഡിയിൽ നമ്മൾ നടത്തുന്നത്. അപ്പൊ കൊറോണ പീരീഡിലെ അല്ലെങ്കിൽ നിപ്പ പീരീഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു പോയിന്റ് ഓഫ് ടൈം നമുക്ക് ക്രോസ് സെക്ഷൻ സ്റ്റഡിയിൽ ഉണ്ടായിരിക്കും. ബട്ട് നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച് ടൈം സ്പാൻ ആയിരിക്കും. എസ്പെഷ്യലി 2010 മുതൽ 2020 വരെയുള്ള എന്ന് പറയുന്ന ആ ടൈം സ്പാൻ അകത്തുള്ള നമ്മുടെ സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ പഠനത്തിനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച് അല്ലാതെ വന്നിട്ടുള്ളത് ക്രോസ് സെക്ഷൻ സ്റ്റഡിയാണ്. ദെൻ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ ബാക്കി വന്നിട്ടുള്ള 3 ഓപ്ഷൻ ട്രെൻഡ് സ്റ്റഡി. ആരെങ്കിലും ആൻസർ പറയുകയാണോ? ദെൻ ട്രെൻഡ് സ്റ്റഡി, പ്രോസ്പെക്റ്റീവ് സ്റ്റഡി, കൊഹോർട്ട് സ്റ്റഡി, ഈ 3 സ്റ്റഡിയും നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിന്റെ 3 ടൈപ്സ് ആണ്. സോ ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത് in which data is gathered from the same sample repeatedly over an extended period of time. The longitudinal study can last from a few years to even decades depending on what kind of information needs to be obtained. നമ്മൾ എന്താണ് ഡാറ്റ ഗാതേർഡ് ഫ്രം ദ സെയിം സാമ്പിൾ, ഒരേ സാമ്പിളിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ്ലി ഒരു ടൈം സ്പാൻ ഓവർ ആൻ എക്സ്റ്റൻഡഡ് പീരിയഡ് ഓഫ് ടൈം എന്ന് പറയുന്ന ടൈം നമ്മൾ ഒരു ടൈം സ്പാനിനകത്ത് നമ്മൾ റിപ്പീറ്റഡ്ലി സെയിം സാമ്പിൾ തന്നെ നമ്മൾ ഗ്യാദർ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷൻ സ്റ്റഡി നമ്മൾ എന്താണ്, ഇസ് ആൻ ഒബ്സർവേഷൻ റിസർച്ച് സ്റ്റഡി വെർ ഡാറ്റ ഇസ് കളക്ടഡ് ആസ് എ വോൾ ടു സ്റ്റഡി എ പോപ്പുലേഷൻ അറ്റ് എ സിംഗിൾ പോയിന്റ് ഇൻ ടൈം. ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ടൈമിനകത്ത് വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ക്രോസ് സെക്ഷൻ സ്റ്റഡീസിൽ നമ്മൾ പഠിക്കുന്നത്. ദെൻ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസിന്റെ ഒരു വകഭേദം തന്നെയാണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിസർച്ച് ടു ഗ്യാദർ ആൻഡ് സ്റ്റഡി ഡാറ്റ ഫോർ പ്രഡിക്ഷൻ മേക്കിംഗ് അബൌട്ട് ദ ഫ്യൂച്ചർ കൺസ്യൂമർ ബിഹേവിയർ ബേസ്ഡ് ഓൺ ദ ട്രെൻഡ് അനാലിസിസ് ഓഫ് ഒബ്സർവ്ഡ് ആൻഡ് റെക്കോർഡ് ഡാറ്റ ഫ്രോം ദ പാസ്റ്റ് ആൻഡ് ഓൺഗോയിങ് ട്രെൻഡ്സ്. നിലവിലുള്ളതും അതുപോലെ തന്നെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാലത്തുള്ളതുമായ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയുള്ള നിലവിലുള്ള ട്രെൻഡുകൾ അല്ലെങ്കിൽ പാസ്റ്റ് ട്രെൻഡുകളൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന സ്റ്റഡിയാണ് നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് നടത്തുന്ന സ്റ്റഡിയാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ് ആണ്. പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽസ് ആർ ഫോളോഡ് ഓവർ ടൈം ആൻഡ് ഡാറ്റ അബൌട്ട് ദം ഈസ് കളക്ടഡ് ആസ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ സർക്കംസ്റ്റാൻസസ് ചേഞ്ച്. ഇൻഡിവിജ്വൽസിന് നമ്മൾ ഓവർ ടൈം അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ഫോളോ ചെയ്യുന്നു. ദെൻ അവരെ പറ്റിയുള്ള ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. ഏത് നിലക്ക് ആസ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ സർക്കംസ്റ്റാൻസസ് ചേഞ്ച്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ അവരുടെ സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ചെയ്യുന്നു എന്ന നിലയ്ക്ക് അവരുടെ ഒരു എസ്പെഷ്യലി ഇൻഡിവിജ്വൽസിന്റെ
ഡാറ്റകൾ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ സ്കെച്ച് ചെയ്യുന്ന കോഴ്സ് ഓഫ് ടൈം നമ്മൾ സ്കെച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ദെൻ കൊഹേർട്ട് സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിന്റെ അനദർ ടൈപ്പ് ആണ്. ഇവിടെ നമ്മൾ പാർട്ടിസിപ്പന്റ് ഹു ഡു നോട്ട് ഹാവ് ദി ഔട്ട്കം അറ്റ് ബേസ് ലൈൻ ആർ ഫോളോഡ് ഓവർ ടൈം ടു എസ്റ്റിമേറ്റ് ദി ഇൻസിഡൻസ് ഓഫ് ദി ഔട്ട്കം. നമ്മൾ ബേസ് ലൈൻ അല്ലെങ്കിൽ തുടക്കത്തിൽ അവർക്ക് ഇല്ലാത്ത ഔട്ട്കമ്മിന് അല്ലെങ്കിൽ ഔട്ട്കം ഇല്ലാത്ത അവിടെ പാർട്ടിസിപ്പൻസിന് നമുക്ക് തുടക്കത്തിൽ അവിടെ ഔട്ട്കം ഇല്ല, ദെൻ ദേ ആർ ഫോളോഡ്. അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോഴ്സ് ഓഫ് ടൈമിൽ അവരെ ഫോളോ ചെയ്യുന്നു. ഏതൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്കമ്മിലേക്ക് അവർ എത്തുന്നവരെ ആ ഒരു എസ്റ്റിമേറ്റിലേക്ക് അവർ എത്തുന്നവരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു റിസർച്ചിനെ നമ്മൾ കൊഹോർട്ട് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഈ 3 ടൈപ്പ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിന്റെ ടൈപ്സ് ആണ്. സോ അത് മനസ്സിലാക്കിയൊക്കെ നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ക്രോസ് സെക്ഷൻ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ബിലോങ്സ് ടു ദി ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. Then which of the next question ആണ്, which of the following are characteristics of qualitative interview? Qualitative interviewന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. Then it is less structured, it reflects researchers it concerns, the interview is allowed to ramble, the interview has standardized questions, it is flexible in approach. So നമുക്ക് ഇതിൽ നിന്നും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് സെലക്ട് ചെയ്യാനാണുള്ളത്. സോ ആൻസർ, anyone please answer? Okay. സോ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വാളിറ്റേറ്റീവ് ഇന്റർവ്യൂവിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് ഇന്റർവ്യൂ അലോസ് റിസർച്ച് ടു ഡെൽ ഡീപ്ലി ഇൻ ടു പാർട്ടിസിപ്പൻസ് എക്സ്പീരിയൻസ് ആൻഡ് പെർസ്പെക്റ്റീവ് ആൻഡ് ഒപ്പീനിയൻസ്. നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഒക്കെ വളരെ ഡീപ്പായിട്ടുള്ള അവരുടെ തീർത്തും അവരുടെ ഡീപ്പായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൺസേൺസിന് അല്ലെങ്കിൽ അതുമായി അവരുടെ ഡീപ്പായിട്ടുള്ള പല ആട്രിബ്യൂട്ട്സിനെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഇന്റർവ്യൂ ആണ് ക്വാളിറ്റേറ്റീവ് ഇന്റർവ്യൂ. സോ നമുക്ക് ഇവിടെ അതിൽ നമുക്ക് ചെയ്യേണ്ട ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം ഒരാളുടെ ഡീപ്പായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമുക്ക് ഡീപ്പായിട്ടുള്ള അവരുടെ ഇൻഫർമേഷൻസ് ലഭ്യമാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. അഥവാ നമുക്ക് ഇവിടെ മേലെ തന്നിട്ടുള്ള പോയിന്റ്സിൽ എയും സിയും ഇയും ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ലെസ് സ്ട്രക്ചേർഡ് ആണ്. നമുക്കറിയാം ഓവർ സ്ട്രക്ചേർഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആയാലും നമുക്ക് ഒരിക്കലും ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടൽ ഹെവി ടാസ്ക് ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻസ് മറ്റൊന്ന് വന്നിട്ടുള്ളത് സി, നമുക്ക് റാമ്പിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ അപ്രോച്ച്, വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ദ ഇന്റർവ്യൂ ഹാസ് സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്ന ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡീപ്പായുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നത് നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് അത്രത്തോളം ഇൻഫർമേഷൻസ് ലഭിക്കുന്ന കാര്യത്തിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് റിഫ്ലക്ട്സ് റിസർച്ചേഴ്സ് കൺസേൺസ്, റിസർച്ചറുടെ കൺസേണിലുപരി നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആൻസർ ഈസ് ഡി ആണ്. ദെൻ കവേർഡ് റിസർച്ച് ഇൻ എത്നോഗ്രഫി, എത്നോഗ്രഫിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഇഷ്യൂസ് ഉണ്ട്. സോ 4 ഓപ്ഷൻസ് ആണുള്ളത്. കവേർഡ് റിസർച്ചുമായി എത്നോഗ്രാഫിക് റിസർച്ചിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കവേർഡ് റിസർച്ച്. ഈ കവേർഡ് റിസർച്ചിലെ നേരിടുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ് എന്നുള്ളതാണ്. സോ ആൻസർ പ്ലീസ്. യെസ്, ചില ആളുകൾക്ക് ഓപ്ഷൻ ബി പറയുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കവേർഡ് റിസർച്ചുമായി ബന്ധപ്പെട്ട ആൻസർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എത്തിക്കൽ ഇഷ്യൂ ആണ്. കാരണം കവേർഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എത്നോഗ്രഫിക് റിസർച്ച് നമുക്കറിയാം. എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം സോഷ്യലി മാർജിനലൈസ്ഡ് ആയ കമ്മ്യൂണിറ്റികളെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരുടെ തന്നെ ലിവിങ് എൻവിറോൺമെന്റിനകത്ത് ചെന്നുകൊണ്ട് നമ്മൾ പഠനം നടത്തുന്നതിനെയാണ് നമ്മൾ എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുന്നത്. സോ അവരുടെ ട്രഡീഷനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ റിച്വൽസിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ എനി അതർ കൈൻഡ് ഓഫ്
കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നു. ഇവിടെ കവേർട്ട് എത്നോഗ്രഫിക് റിസർച്ചിൽ കവേർട്ട് റിസർച്ച് നടത്തുന്ന ഒരാൾ അവരുടെ റിസർച്ച് പർപ്പസോ അല്ലെങ്കിൽ അവരുടെ റിസർച്ച് ഐഡന്റിറ്റിയോ ഒരിക്കലും തന്നെ വെളിപ്പെടുത്തുന്നില്ല, എങ്കിൽ അവരൊരിക്കലും തന്നെ കൺസീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ കൺസീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് എത്തിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് എത്തിക്കൽ ഇഷ്യൂസ് എന്നുള്ളത് തന്നെയാണ്. കാരണം എത്തിക്കൽ ഇഷ്യൂസ് നമുക്കറിയാം, നമ്മുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് പർപ്പസോ വെളിപ്പെടുത്താതെ കൺസീൽ ചെയ്യാൻ നടത്തുന്ന റിസർച്ച് ആയതുകൊണ്ട് തന്നെ, അത് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന റിസർച്ച് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്തിക്കൽ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. Then next one is one of the characteristics of probability sampling. Probability sampling ന്റെ characteristics ഏതാണ് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് ആയി വന്നിട്ടുള്ളത്. പോപ്പുലേഷൻ ബയസ്, then സാമ്പിളിംഗ് ബയസ്, റാൻഡം സെലക്ഷൻ, ആക്സിഡൻഷ്യൽ സെലക്ഷൻ എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് രണ്ടാമതൊന്നായിട്ട് ആലോചിക്കേണ്ടത് പോലുമില്ല. കാരണം പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ മീനിങ് അറിയുന്ന ഒരാൾക്ക് സോ ഇതിന്റെ ആൻസറും കറക്റ്റ് തന്നെ കിട്ടും. സോ ആൻസർ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി ആണ്, റാൻഡം സെലക്ഷൻ ആണ് അല്ലെ. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് തന്നെ അവിടെ അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നമ്മൾ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് തന്നെ നമ്മൾ എന്താണ്, പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന് മാത്തമാറ്റിക്കലി പ്രോബബിലിറ്റി നമ്മൾ യൂസ് ചെയ്യണം. അവിടെ നമ്മൾ റാൻഡം സെലക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് റാൻഡം സെലക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ പോപ്പുലേഷൻ ബയസോ അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള ബയസ് നമുക്ക് അവിടെ ഒരിക്കലും തന്നെ നമുക്ക് പറ്റുകയില്ല. ദെൻ റാൻഡം ആയിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് നമ്മൾ സാമ്പിളുകൾ എടുക്കുന്നത് എന്നുള്ളതാണ്. സോ ആൻസർ സി ആണ്. ദെൻ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഒക്കെ നമ്മൾ നമ്മുടെ ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്മുടെ സിലബസിന്റെ ഭാഗമാണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ദെൻ നമുക്ക് അടുത്തതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെയധികം കൂടുതലായിട്ട് നമുക്ക് അറിയാം, ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. മുമ്പ് അത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ കഴിഞ്ഞൊരു ടേമിലും അതിന് മുമ്പത്തെ ടേമിലൊക്കെ ആയിട്ട് നമുക്ക് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതലായിട്ട് സ്റ്റേറ്റ്മെന്റ് 1, 2 എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ സ്റ്റേറ്റ്മെന്റ് 1, ഗെയിനിങ് ആക്സസ് ടു എ പബ്ലിക് ഓർ സോഷ്യൽ സെറ്റിംഗ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ഇൻ എത്നോഗ്രഫിക് റിസർച്ച്. ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഒവേർട്ട് ആൻഡ് കവേർട്ട് എത്നോഗ്രഫി ഇൻ ടേംസ് ഓഫ് ആക്സസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. സോ ഏതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി വായിച്ചു നോക്കുക. ദെൻ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് ഉള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ ചിലരൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് 2-3 വായിച്ചു നോക്കാം. ദെൻ ഗെയിനിങ് ആക്സസ് ടു എ പബ്ലിക് ഓർ സോഷ്യൽ സെറ്റിംഗ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ഇൻ എത്നോഗ്രഫിക് റിസർച്ച്. എത്നോഗ്രഫിക് റിസർച്ചിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു എത്നിക് ഒരു പ്രത്യേക വിഭാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന, അവരുടെ ലിവിങ് അറ്റ്മോസ്ഫിയറിൽ ചെന്നിട്ട് പഠിക്കുന്നതാണ് നമ്മൾ എത്നോഗ്രഫി അല്ലെങ്കിൽ എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ പബ്ലിക് സ്ഫിയറിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുക എന്നുള്ളെങ്കിൽ അവരിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 is ട്രൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ സ്റ്റേറ്റ്മെന്റ് 2 ആണ്, ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഒവേർട്ട് ആൻഡ് കവേർട്ട് എത്നോഗ്രഫി എന്നാണ്. ഒവേർട്ട് എത്നോഗ്രഫിയും കവേർട്ട് എത്നോഗ്രഫിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. സോ അപ്പൊ നമുക്ക് എന്താണ് കവേർട്ട് എത്നോഗ്രഫി ആൻഡ് ഒവേർട്ട് എത്നോഗ്രഫി എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കവേർട്ട് എത്നോഗ്രഫി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് പേർപ്പസ് കൺസീൽ ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന റിസർച്ച് ആണ് നമ്മൾ കവേർട്ട് റിസർച്ച് എന്ന് പറഞ്ഞു. സോ അവിടെ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഒരിക്കലും പുറത്ത് കാണിക്കുന്നില്ല, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ മറച്ചു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിസർച്ചിന് വേണ്ടി ഇറങ്ങുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഒവേർട്ട് റിസർച്ച് നമ്മൾ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ റിസർച്ചിലേക്ക് ഇറങ്ങുന്നത്. സോ ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഒവേർട്ട് ആൻഡ് കവേർട്ട് എത്നോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. കാരണം ഇത് തമ്മിൽ വലിയ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. സോ വാട്ട് ഈസ് ഒവേർട്ട് ആൻഡ് വാട്ട് ഈസ് കവേർട്ട് എന്ന ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒവേർട്ട് ഒബ്സർവേഷൻ, ദിസ് ഈസ് വെർ ദി ഗ്രൂപ്പ് ബീങ് സ്റ്റഡി, നോ ദേ ആർ ബീങ് ഒബ്സർവ്ഡ്. നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഈ നമ്മൾ ടാർഗറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അറിയാം അവരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള ടാർഗറ്റഡ് കമ്മ്യൂണിറ്റി അതിനെക്കുറിച്ച് ബോധരാണ്. ബട്ട് ഇൻ കവേർട്ട് റിസർച്ച്, കവേർട്ട് എത്നോഗ്രഫിക് റിസർച്ചിൽ ഇവിടെ അവർക്ക് അറിയില്ല അവർ പഠിക്കപ്പെടുന്നതിനെ കുറിച്ചും. അതുപോലെ തന്നെ ഇവിടെ റിസർച്ചർ തന്റെ ഐഡന്റിറ്റി ഒരിക്കലും തന്നെ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. സോ അടുത്തതായിട്ട് നമുക്ക് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
In the context of research publication, what is the full form of SSCI? SSCI എന്നതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. റിസർച്ചിൽ എന്താണ് SSCI എന്നുള്ളതാണ്. ഓപ്ഷൻസ് ആയിട്ടുള്ളത് social science computing index, social science citation index, social statics computing index, scientific studies, calculator index. ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദെൻ സോഷ്യൽ സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് അഥവാ സോഷ്യൽ സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് എന്നാണ് SSCIയുടെ ഫുൾ ഫോം. ആൻസർ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ടുള്ളത്. ഉണ്ട് H ഇൻഡെക്സ്, ഐറ്റൺ ഇൻഡെക്സ് ഒക്കെ എന്നതുപോലെയുള്ള സൈറ്റേഷൻ
സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് SSCIയുടെ ഫുൾ ഫോം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the text of a research article, if a reference is cited by writing the author name followed by et al, which among the following could represent the number of authors involved in the cited study? നമുക്കറിയാം എറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. സോ റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗിൽ നമുക്ക് ഫുട് നോട്ട് അല്ലെങ്കിൽ എൻഡ് നോട്ടിൽ എറ്റൽ ഒരു ഓതറിന്റെ പേരിന് ശേഷം എറ്റൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എത്ര ഓതേഴ്സ് അല്ലെങ്കിൽ എത്ര ഓതേഴ്സ് ഉണ്ട് എന്നതിലേക്ക് ഹിന്റ് ചെയ്യുന്നതാണ് ഇത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3, 4 എന്ന് പറയുന്ന മെയിൻ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ആൻസർ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ള എ ആൻഡ് ബി ആൻഡ് സി ഓൺലി, സി ആൻഡ് ഡി ഓൺലി, ബി, സി ആൻഡ് ഡി ഓൺലി, ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ക്യാൻ എനിവൺ ആൻസർ? ആരെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റിയാൽ? സോ ഒരുപാട് ആളുകൾ ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി, ബി, സി, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ സി ആണ്, അഥവാ സി ആൻഡ് ഡി ആണ്. സോ ഈ എറ്റോൾ വരുന്നത് നമുക്ക് MLAയിലും APAയിലും ചിക്കാഗോയിലും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് വരുന്നത്. കാരണം ഇവിടെ നമ്മൾ എസ്പെഷ്യലി MLAയിൽ നമ്മൾ 3 or more authors, 4 or more authors ഉണ്ടാവുകയാണ് ചിക്കാഗോ സ്റ്റൈലിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ APA സ്റ്റൈലിൽ നമ്മൾ മുഴുവൻ ഓതേഴ്സിനെയും സൈറ്റ് ചെയ്യണം. മുഴുവൻ ഓതേഴ്സിനെയും നമ്മൾ അവിടെ പറഞ്ഞതിന് ശേഷമാണ് എറ്റോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇത് മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ നമ്മുടെ മെയിൻലി 3 or more എന്നുള്ള ഒരു ആൻസറിന്റെ പുറത്താണ്. സോ നമ്മുടെ ആൻസർ സി എന്ന് പറയുന്നത് NTA ആൻസർ അവിടെ വന്നിട്ടുള്ളത്. സോ 3ഉം 4ഉം അഥവാ സി ആൻഡ് ഡി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് ഉള്ളത്. നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, as compared to quantitative researchers lay more emphasis on. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഏറ്റവും കൂടുതൽ എംഫാസിസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? മെഷർമെന്റ് കൂടുതൽ ഊന്നൽ നൽകുന്ന ഏത് വിഷയത്തിലാണ്? മെഷർമെന്റ്, കോഷാലിറ്റി, കോണ്ടെക്സ്റ്റ്, ജനറലൈസേഷൻ. ഇവിടെ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത്, സോ പ്ലീസ് ആൻസർ ആരെങ്കിലും ഗസ് അടിക്കാൻ പറ്റുന്നവർ, ദെൻ ആൻസർ ചെയ്യാൻ പറ്റുന്നവർ ആൻസർ ചെയ്യുക. ദെൻ സുഹാന സേയിങ് ദാറ്റ് ഡി, മുഹമ്മദ് ഷമ്മ സേയിങ് ഡി, എനി അതേഴ്സ്? ഓക്കെ, മുഹമ്മദ് ഷമ്മ, സുഹാന ഓപ്ഷൻ ഡി. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ എലിമിനേഷൻ ടെക്നോളജി അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് മോർ എംഫാസിസ്. സോ മെഷർമെന്റ് നമുക്ക് ഇവിടെ ഇല്ല, നമുക്ക് ഉറപ്പായി. കാരണം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് നമ്മൾ മെഷർമെന്റിന് കൂടുതൽ എംഫാസിസ് വരുന്നത്. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ മെഷർമെന്റ് വരുന്നില്ല. സോ എ എലിമിനേറ്റ് ചെയ്തു പോയി. ദെൻ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ബാക്കിയുള്ളത്: കോഷാലിറ്റി, കോണ്ടെക്സ്റ്റ് ആൻഡ് ജനറലൈസേഷൻ. ജനറലൈസേഷനും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സിൽ എണ്ണുന്നതാണ്. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കോഷാലിറ്റി ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ് നമുക്ക് ഇനി ബാക്കിയുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. ബിക്കോസ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മളെ എസ്പെഷ്യലി ഒരു സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫിനോമിനെ കുറിച്ചിട്ടായിരിക്കും മിക്കപ്പോഴും നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ പഠിക്കുന്നത്. സോ നമ്മൾ ഏത് സോഷ്യൽ ഫിനോമിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തും ആ സോഷ്യൽ ഫിനോമിന നിലനിൽക്കുന്ന സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സോ കോണ്ടെക്സ്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇവിടെ നമ്മൾ നമ്മുടെ എലിമിനേഷൻ മെന്റാലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസറിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൂക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ബൈ ചാൻസ് നമ്മൾ കറക്കി കുത്തുകയാണെങ്കിൽ പോലും നമുക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തതിനു ശേഷം ബാക്കി 2 എണ്ണത്തിന്റെ ഇടയിൽ നമ്മുടെ ഫ്ലൂക്ക് നമുക്ക് പരീക്ഷിച്ചാൽ മതി. സോ അവിടെ നമുക്ക് ഈ എലിമിനേഷൻ കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ കോണ്ടെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ കൂടുതൽ എംഫാസിസ് വരുന്നത് കോണ്ടെക്സ്റ്റിനാണ്. ദെൻ ആൻസർ ഈസ് സി. ദെൻ നമുക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് കം അണ്ടർ ദി ഫിലോസഫി ഓഫ് വിച്ച്? ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഏത് ഫിലോസഫി? നമുക്ക് കൺസ്ട്രക്റ്റീവ്സും ഉണ്ട്, ഇന്റർപ്രറ്റേറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ്സും ഉണ്ട്, സിംബോളിസം ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഏത് ഫിലോസഫിയുടെ അണ്ടറിലാണ് വരുന്നത്? സോ ക്യാൻ എനിവൺ ആൻസർ? ആരെങ്കിലും ഗസ് അടിക്കാൻ പറ്റിയാല്? Okay, please drop your answer. Muhammad Shama says that option A, constructivism ആണ് ഷമാസ് പറയുന്നത്. Then any others?
Okay, Dinesh says that option B, interpretivism ആണ്. So, Suhana says that option C, positivism ആണ്. So, നമുക്ക് ആൻസറിലേക്ക് കടക്കാം. സോ സുഹാന പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ സി, പോസിറ്റിവിസം ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് പോസിറ്റിവിസം എന്ന്, പോസിറ്റിവിസത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് നമ്മുടെ സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് പോസിറ്റിവിസം എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ നമ്മൾ പോസിറ്റിവിസം നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് റിസർച്ച് മെത്തഡോളജിയിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. പോസിറ്റിവിസത്തിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിന്റെ ആൻസർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പോസിറ്റിവിസം ആണ്. പോസിറ്റിവിസം ഇസ് എ പാരഡൈം that relies on measurement and reason. മെഷർമെന്റിന്റെയും റീസണിന്റെയും മേലിൽ മാത്രമുള്ളത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. സോ അവിടെ തന്നെ മെഷർമെന്റ് എന്ന് പറഞ്ഞ ടേം തന്നെ അവിടെ വന്നു. സോ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞ ആൻസറിലേക്ക് പോസിറ്റിവിസ്റ്റുകൾ പറയുന്നത് ദാറ്റ് നോളജ് ഇസ് റിവീൽഡ് ഫ്രം എ ന്യൂട്രൽ ആൻഡ് മെഷറബിൾ, ദാറ്റ് മീൻസ് മെഷറബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നോളജ് റിവീൽ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ക്വാണ്ടിഫയബിൾ മെഷറബിൾ ആയിട്ടുള്ള ഒബ്സർവേഷൻസിൽ നിന്നാണ് നോളജ് റിവീൽ ചെയ്യുന്നത് എന്നതാണ് പോസിറ്റിവിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മൾ മറ്റൊരു ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു ശാസ്ത്രമാത്രവാദം അല്ലെങ്കിൽ പ്യുവർ സയന്റിഫിക് ആർഗ്യുമെന്റ് ആണ് നമുക്ക് പോസിറ്റിവിസത്തിനകത്ത് വരുന്നത്. സോ അവിടെ ക്വാണ്ടിറ്റി ഓർ നമ്പർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ക്വാണ്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റിവിസത്തിൽ പ്രധാനപ്പെട്ടതാണ്. ദെൻ അടുത്തതായിട്ട് നമുക്ക് കൺസ്ട്രക്റ്റിവിസം അതുപോലെ തന്നെ ഇന്റർപ്രറ്റീവിസം സിംബോളിസം എന്താണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് കൺസ്ട്രക്റ്റിവിസം ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി ബിലീഫ് ദാറ്റ് റിയാലിറ്റി ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ബൈ ഇൻഡിവിജ്വൽസ്. Reality is socially constructed by it is based on the belief that reality is socially constructed by the individuals. റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലി കൺസ്ട്രക്ട് ബൈ ഇൻഡിവിജ്വൽസ് സൃഷ്ടിക്കപ്പെടുന്ന സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇന്റർപ്രറ്റീവിസം എന്ന് പറയുന്നത് ഇസ് എ സോഷ്യോളജിക്കൽ മെത്തേഡ് ഓഫ് റിസർച്ച് ഇൻ വിച്ച് ആക്ഷൻ ഓർ ഇവന്റ് is analyzed based on the belief, norms and values. Belief and norms, values ഇതിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ ഇവന്റുകൾ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ ഫിനോമിനോനെ അല്ലെങ്കിൽ സോഷ്യൽ ആക്ഷനൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർപ്രറ്റീവിസം എന്ന് പറയുന്നത്. സോ ഇത് കുറച്ചും കൂടി ഇന്റർപ്രറ്റീവിസം നമുക്ക് കുറച്ചും കൂടി ഒരു കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സൊസൈറ്റി പഠനങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ദെൻ സിംബോളിസം നമുക്ക് ലിംഗ്വിസ്റ്റിക്സിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു റിസർച്ച് മെത്തേഡാണ്, ഒരു റിസർച്ച് ഫിലോസഫിയാണ്. സിംബോളിസം റെഫേഴ്സ് ടു യൂസിങ് ഒബ്ജക്ട്സ്, ക്യാരക്ടേഴ്സ്, സെറ്റിംഗ്സ് ഓർ ഇവന്റ്സ് ടു റെപ്രസെന്റ് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓർ കൺസെപ്റ്റ്. ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് ഐഡിയകളെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളെ ഇവന്റുകളൊക്കെ ഉപയോഗിക്കുന്നതിന് ഇത് മെയിൻലി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. ഇതിലാണ് നമ്മൾ സിംബോളിസ്റ്റിക് ഫിലോസഫി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വാസി എക്സ്പെരിമെന്റ്സ് ആർ യൂഷ്വലി കണ്ടക്ടഡ് ഇൻ ലബോറട്ടറി സെറ്റിംഗ്സ്, റിയൽ ലൈഫ് സെറ്റിംഗ്സ്, സിമുലേറ്റഡ് സെറ്റിംഗ്സ്, മാനിപ്പുലേറ്റഡ് ഫീൽഡ് സെറ്റിംഗ്സ്. ഏതാണ്? Can anyone answer? ക്വാസി എക്സ്പെരിമെന്റ്സ് നമ്മൾ ആ ടേം കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഈ ടേം കേട്ടിട്ടുണ്ടാവും, ക്വാസി എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. സോ മുഹമ്മദ് ഷമ്മ സേസ് ദാറ്റ് ഓപ്ഷൻ ഡി. എനി അതേഴ്സ്? ഓക്കെ, വേറെ ആരും ആൻസർ ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റിയൽ ലൈഫ് സെറ്റിംഗ്സ് എന്നുള്ളതാണ്. സോ ക്വാസി എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്റർവെൻഷൻ, ഇപ്പോൾ സയന്റിഫിക്കലി ഏതെങ്കിലും ഒരു ഇന്റർവെൻഷൻ സോഷ്യലി ഉള്ളതിന്റെ ഇമ്പാക്റ്റുകളെ കുറിച്ച് ഇത് നമ്മുടെ ടാർഗറ്റഡ് കമ്മ്യൂണിറ്റി ഉണ്ടാകും. നമ്മുടെ ഏതെങ്കിലും ഒരു ഇന്റർവെൻഷൻസ് നടന്നു കഴിഞ്ഞാൽ ആ ഇന്റർവെൻഷന്റെ ടാർഗറ്റഡ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ആണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ ഈ ക്വാസി എക്സ്പെരിമെന്റ്സ് നമുക്ക് തിങ്സിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ
ഇന്റർവെൻഷൻസ് നടത്തി കഴിഞ്ഞാൽ അവിടെ ടാർഗറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഇവിടെയുള്ള സാധാരണക്കാരുള്ള ആളുകളായിരിക്കുമല്ലോ. സോ അവിടെ അവരുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ഒരു സെറ്റിംഗ്സിനകത്താണ് നമ്മളിവിടെ നമ്മുടെ ക്വാസി എക്സ്പീരിയൻസ് നടത്തുന്നത്. നോട്ട് ഇൻ ലബോറട്ടറി സെറ്റിംഗ്സിലോ അല്ലെങ്കിൽ സിമുലേറ്റഡ് സെറ്റിംഗ്സിലോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ഫീൽഡ് സെറ്റിംഗ്സിലോ ഒന്നും അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്വാസി എക്സ്പെരിമെന്റ്സ് നടത്തുന്നത്. സോ ആൻസർ ഈസ് ബി, റിയൽ ലൈഫ് സെറ്റിംഗ്സ് എന്നുള്ളതാണ്. ദെൻ നമുക്ക് വീണ്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ആൻ അബ്സ്ട്രാക്ട് ഈസ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് ദി റിസർച്ച് സ്റ്റഡി കണ്ടക്ടഡ് ആൻഡ് ഈസ് ഇന്റൻഡഡ് ടു ജനറേറ്റ് ഇൻട്രസ്റ്റ് among other researchers. Then statement 2, the introduction section of a research paper in addition to literature review introduces the selected area of research and reflects the theoretical implication of proposed research project. ഇവിടെ നമുക്ക് റിസർച്ചിലെ അബ്സ്ട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒരു റിസർച്ച് ആർട്ടിക്കിളിന്റെ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏതാണ് ട്രൂ ഏതാണ് ഫാൾസ് എന്നുള്ളതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ can anyone answer? Muhammad Shama says that option A. Suhana says option A. Any others? ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി വായിച്ചു നോക്കാം. ആൻ അബ്സ്ട്രാക്ട് ഈസ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്. ഈ ഒരൊറ്റ ടേമിൽ തന്നെ ഇത് രണ്ടും വളരെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു രണ്ട് ടേമുകളാണ്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ചുരുക്കിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു കൈൻഡ് ഓഫ് പാരഗ്രാഫ്, ഓർ വളരെ ചുരുക്കിയിട്ട് ഒരു 300 വേർഡ്സിലൊക്കെ നമ്മൾ എഴുതുന്ന ഒരു പാരഗ്രാഫിലായിട്ട് നമ്മൾ എഴുതുന്ന ഒരു കുറിപ്പാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. നമ്മുടെ റിസർച്ചിന്റെ മൊത്തത്തിലുള്ള തീമിനെ ബേസ് ചെയ്ത് നമ്മൾ എഴുതുന്ന ഒരു കാര്യമാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. സോ ആൻ അബ്സ്ട്രാക്ട് ഈസ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്. ഈ രണ്ട് ടേം തന്നെ ഇവിടെ കോൺട്രാക്ട് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്. അബ്സ്ട്രാക്ട് ഒരിക്കലും ഡീറ്റെയിൽഡ് റിപ്പോർട്ട് അല്ല. ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, നമ്മൾ റിസർച്ച് സ്റ്റഡിയുടെ ഡീറ്റെയിൽ റിപ്പോർട്ട് എന്ന റിസർച്ച് സിനോപ്സിസ് ആണ്. സോ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് അതിന്റെ മൊത്തത്തിലുള്ള വളരെ ചുരുങ്ങിയ 300 ഓർ ലൈക്ക് ദാറ്റ് അത്രയും ചുരുങ്ങിയ വേർഡ്സിൽ നമ്മൾ എഴുതുന്ന റിസർച്ചിനെ കുറിച്ച്, നമ്മുടെ റിസർച്ച് പേപ്പറിനെ കുറിച്ച് എഴുതുന്നതാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ റിപ്പോർട്ട് നമുക്ക് സിനോപ്സിസിലാണ് വരുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ആണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 2, ദ ഇൻട്രൊഡക്ഷൻ സെഷൻ ഓഫ് എ റിസർച്ച് പേപ്പർ. ഇൻട്രൊഡക്ഷൻ സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 2 വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻട്രൊഡക്ഷൻ സെഷനിൽ വരുന്നതാണ്. റിസർച്ച് പേപ്പറിൽ ഇൻട്രൊഡക്ഷൻ സെഷനിൽ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെലക്ടഡ് ഏരിയ ഓഫ് റിസർച്ച് എങ്ങനെയാണ്, തിയററ്റിക്കൽ ഇംപ്ലിക്കേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻട്രൊഡക്ഷൻ സെഷനിൽ വരും. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ ഡി ആണ് നമുക്ക് വരുന്നത്. Then next question is, the criterion of transferability in qualitative research is equivalent to which of the following criteria in quantitative research? ക്വാണ്ടിറ്റേറ്റീവ് താഴെ തന്നിരിക്കുന്നതിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനോട് തുല്യമാവുന്ന, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ട്രാൻസ്ഫറബിലിറ്റിയോട് തുല്യമാകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇന്റേണൽ വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റി, റിലയബിലിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി ആണ്. ക്യാൻ എനിവൺ ആൻസർ? ആർക്കെങ്കിലും ഒക്കെ ആൻസർ അറിയാവുന്നതിൽ ജസ്റ്റ് ഒന്ന് പറയാം. ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. സുഹാന സേസ് ദാറ്റ് ഓപ്ഷൻ ബി, എക്സ്റ്റേണൽ വാലിഡിറ്റി ആണ് പറയുന്നത്. ദെൻ എനി അതർ ആൻസേഴ്സ്? സോ മുഹമ്മദ് ഷമ്മ സേസ് ദാറ്റ് ഓപ്ഷൻ സി, റിലയബിലിറ്റി. ദെൻ the Dinesh says option B. Then any other answers? Okay. As Dinesh and Suhana said, the external validity is the right answer, option B. So എന്താണ് ട്രാൻസ്ഫറബിലിറ്റി, എന്താണ് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് നമുക്ക് പറയാം. Transferability, the degree to which the result of qualitative research can be transferred to other contexts or settings with other response. നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ നിലവിൽ മെഷർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ നിലവിലുള്ള റിസൾട്ടുകളെ നമുക്ക് മറ്റൊരു വേറൊരു കോണ്ടെക്സ്റ്റിൽ എത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാൻ പറ്റും എന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഡിഗ്രി, നമുക്ക് ആ ഒരു എക്സ്റ്റെൻഡ്, എത്ര അളവിൽ നമുക്ക് ഇതേ സെയിം റിസൾട്ടിന് നമുക്ക് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സെയിം കേസ് എക്സ്റ്റേണൽ വാലിഡിറ്റി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലും പറയാൻ പറ്റും. അപ്പോൾ സോ നമ്മൾ ഈ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി, സെയിം കേസിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ട്രാൻസ്ഫറബിലിറ്റി എന്നും പറയും. സോ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ കൊഹോർട്ട് ഈസ് എ പോപ്പുലേഷൻ
whose members have some specific characteristics in common. Then statement 2, in a perspective study, the research in a prospective study, the research relies on the people memories and recollections of the past. So can anyone answer? Okay, Muhammad Shama says that option A. Suhana option A. So രണ്ടുപേരും ഇവിടെ ഓപ്ഷൻ എ ആണ് കമന്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ ആൻസർ ആയിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ സി ആണ്, ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, ദെൻ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. സോ എന്താണ് നമുക്ക് കൊഹോർട്ടും അതുപോലെ തന്നെ എന്താണ് പ്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് മനസ്സിലാക്കിയാൽ സോ നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. The cohort refers to a group of people who have been included in a study by an event that is based on the definition decided by the researcher. നമ്മൾ ഒരു സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പോലെ തന്നെ ദേ ഹാവ് സം സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ കോമൺ. അവർക്ക് കോമൺ ആയിട്ട് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. അതുപോലെ തന്നെ അത് ആ ഒരു മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യുന്നത്, അതിന് അവരുടെ ആ പോപ്പുലേഷനെ ഡിസൈഡ് ചെയ്യുന്നത് റിസർച്ചർ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൊഹോർട്ട് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ പ്രോസ്പെക്റ്റീവ് സ്റ്റഡി ദ റിസർച്ചർ റിലീസ് ഓൺ ദി പീപ്പിൾസ് മെമ്മറീസ് ആൻഡ് റീകളക്ഷൻസ് ഓഫ് ദി പാസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ പ്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്താ നമ്മൾ നേരത്തെ ഒരു ഓപ്ഷനിൽ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഇൻഡിവിജ്വൽസിന്റെ മെമ്മറീസോ അല്ലെങ്കിൽ റീകളക്ഷൻസോ അല്ല ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത്, മറിച്ച് ഇവിടെ ഒരു ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ആണ് പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ആണ്. സോ ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽസ് ആർ ഫോളോഡ് ഓവർ ടൈം ആൻഡ് ഡാറ്റ അബൌട്ട് ദം ഇസ് കളക്ടഡ് ആസ് ദർ ക്യാരക്ടറിസ് ഓർ സർക്കംസ്റ്റാൻസസ് ചേഞ്ച്. ഈ ഒരു രീതിയിലാണ് നമ്മളവിടെ പഠനം നടത്തുന്നത്, മറിച്ച് അവരുടെ മെമ്മറീസ് ഓർ റീകളക്ഷൻസിനെ ബേസ് ചെയ്തിട്ടല്ല അവിടെ പഠനം നടക്കുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. Statement 1, a dichotomous variable is the one which has more than 2 categories. Statement 2, a nominal variable can have more than 2 categories. ഏതാണ് റൈറ്റ് ആൻസർ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ ട്രൂ ആൻഡ് ദെൻ ഏതൊക്കെയാണ് ഫാൾസ് എന്നുള്ളതാണ്. സോ ക്യാൻ എനിവൺ ആൻസർ? ഓക്കെ, സോ നമുക്ക് ഇതിന്റെ നമ്മൾ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഡൈക്കോട്ടോമസ് വേരിയബിൾ? ഡൈക്കോട്ടോമസ് വേരിയബിൾ ആ ഒരു ടേമിൽ തന്നെ ഡൈ അല്ലെ, ഡൈ എന്ന് പറയുന്നതാണ് രണ്ട് എന്നതിന്റെ മേലെ അല്ലെ, രണ്ട് എന്ന അർത്ഥം വരുന്നതാണല്ലേ ഡൈ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സോ ഡൈക്കോട്ടോമസ് വേരിയബിൾ ഇസ് ദ വൺ വിച്ച് ഹാസ് മോർ ദാൻ 2 കാറ്റഗറീസ്. രണ്ടിലധികം എന്ന് പറയുമ്പോൾ തന്നെ സോ അവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫാൾസ് ആണെന്ന് പറയാൻ പറ്റും. കാരണം ഡൈക്കോട്ടോമസ് വേരിയബിൾ എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ രണ്ട് ലെവൽ മാത്രം ഉള്ളതിനാണ് നമ്മൾ ഡൈക്കോട്ടോമസ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഫാൾസ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ദെൻ സ്റ്റേറ്റ്മെന്റ് 2 വന്നിട്ടുള്ള നോമിനൽ വേരിയബിൾ ക്യാൻ ഹാവ് മോർ ദാൻ 2 കാറ്റഗറീസ്. നോമിനൽ വേരിയബിളിന് 2 കാറ്റഗറീസ് ഉണ്ടാക്കാം, അതിലധികവും ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഡൈക്കോട്ടോമസ് വേരിയബിൾ എന്ന് പറയുന്നത് ആർ നോമിനൽ വേരിയബിൾസ് വിച്ച് ഹാവ് ഓൺലി 2 കാറ്റഗറീസ് ഓർ ലെവൽസ്. രണ്ട് കാറ്റഗറി മാത്രമുള്ള, രണ്ട് ലെവൽസ് മാത്രമുള്ള വേരിയബിളിനെയാണ് നമ്മൾ ഡൈക്കോട്ടോമസ് വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ നോമിനൽ വേരിയബിൾ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ഉള്ളതിനെയാണ് നമ്മൾ നോമിനൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ഫാൾസ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. Then next question is, when participants drop out of a study leading to change in the nature of the sample, it would cause which of the following threats to internal validity? താഴെ പറയുന്നതിൽ ഏത് കാര്യത്തിലാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ഓഫ് ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പന്റ് ഒരു സ്റ്റഡിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് താഴെ പറയുന്നതിൽ ഏത് രീതിയിലുള്ള ഇന്റേണൽ വാലിഡിറ്റിയെ ഏത് ത്രെറ്റാണ് ബാധിക്കുന്നത്? ഇന്റേണൽ വാലിഡിറ്റിയെ ബാധിക്കുന്ന ത്രെട്ട് ഏതാണ്? താഴെ പറയുന്നതിൽ സെലക്ഷൻ ത്രെട്ട്, ആട്രിഷൻ ത്രെട്ട്, ഹിസ്റ്ററി ത്രെട്ട്, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ത്രെട്ട്. ഈ ത്രെട്ടുകളൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒന്നിലധികം ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റാവുന്നതാണ്. സോ നിങ്ങൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി പഠിക്കുന്ന സമയത്ത് ഇന്റേണൽ വാലിഡിറ്റി എക്സ്റ്റേണൽ വാലിഡിറ്റി ജസ്റ്റ് മാത്രം പഠിച്ചു പോകരുത്, അതിന്റെ ത്രെട്ടുകളും പഠിക്കുന്നത് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ റീസെന്റ് ആയിട്ട് വന്ന ചില ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ സുഹാന സേസ് ഓപ്ഷൻ ബി, അട്രീഷൻ ത്രെട്ട് എന്നാണ് പറയുന്നത്. Then any other answers?
Okay. As Suhana said, it's the right answer. Attrition threat ആണ്. Dinesh, sorry, not option C. Is the right answer is option B. Attrition threat ആണ്. സോ നമുക്ക് ഈ ഓരോ ത്രെട്ടുകളും എന്താണെന്ന് വളരെ ബ്രീഫ് ആയിട്ട് പറയാം. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഹിസ്റ്ററി ത്രെഡ്സ് occur when external events or circumstances influence the outcomes of your study. നമ്മുടെ പഠനത്തിന് ഒരു എക്സ്റ്റേണൽ ഇവന്റുകളോ സർക്കംസ്റ്റാൻസുകളോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ത്രെട്ടുകളെയാണ് നമ്മൾ ഹിസ്റ്ററി ത്രെഡ്സ് എന്ന് പറയുന്നത്. അട്രീഷൻ ഓർ മോർട്ടാലിറ്റി ത്രെഡ്സ് എന്ന് പറയുന്നത് മോർട്ടാലിറ്റി ആ ടേമിൽ തന്നെ ഉണ്ടല്ലേ, ഒരു മെമ്പർ അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിൽ നിന്നും ഒരു പാർട്ടിസിപ്പന്റ് മിസ്സാവുന്ന അല്ലെങ്കിൽ ലോസ് ആവുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് സോ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും, അതിന്റെ ഇന്റേണൽ വാലിഡിറ്റി ഒക്കെ ബാധിക്കും. സോ അതിനെയാണ് നമ്മൾ അട്രീഷൻ ഓർ മോർട്ടാലിറ്റി ത്രെട്ട് എന്ന് പറയുന്നത്. Then selection threat അല്ലെങ്കിൽ selection bias എന്ന് പറയുന്ന occurs when there are systematic differences between the characteristics of participants in different groups. നമ്മൾ ഓരോ ഗ്രൂപ്പാക്കി തിരിക്കുന്ന സമയത്ത് ഓരോ ഗ്രൂപ്പുകളിലുള്ള ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെലക്ഷൻ ബയാസ് അല്ലെങ്കിൽ സെലക്ഷൻ ത്രെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവിടെ നോൺ ഈക്വലന്റ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത് ഇന്റേണൽ വാലിഡിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് വൺ ഇസ് ടെസ്റ്റിംഗ് ത്രെറ്റ് ആണ്. ഇറ്റ് ഒക്യൂസ് വെൻ ദ ആക്ട് ഓഫ് മെഷറിംഗ് ഓർ അസസിംഗ് പാർട്ടിസിപ്പൻസ് ഇൻഫ്ലുവൻസ് ദർ സബ്സിക്വന്റ് റെസ്പോൺസസ്. നമ്മൾ പാർട്ടിസിപ്പൻസിനെ അസസ്മെന്റ് അല്ലെങ്കിൽ മെഷറിംഗ് നടത്തുന്ന സമയത്ത് അത് അവരുടെ സബ്സിക്വന്റ് റെസ്പോൺസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ത്രെട്ടുകളെ നമ്മൾ ടെസ്റ്റിംഗ് ത്രെറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് ആൻസർ ബി, അട്രീഷൻ ത്രെറ്റ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തതായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ റിസർച്ചേഴ്സ് സ്റ്റഡി എ സ്പെസിഫിക് വെൽ ഡിഫൈൻഡ് population over time sampling different people at each data collection point it refers to ഏതാണ് എന്നുള്ളതാണ്. സോ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ഒരു ആൻസറിലേക്കുള്ള ഹിന്റ് കിടക്കുന്നുണ്ട്. വെൽ ഡിഫൈൻഡ് സ്പെസിഫിക് വെൽ ഡിഫൈൻഡ് പോപ്പുലേഷൻ ഓവർ ടൈം അഥവാ ഒരു ടൈം സ്പാനിൽ നടക്കുന്നതാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ റിസർച്ച്. ഇതൊരു ലോഞ്ചിറ്റ്യൂണൽ റിസർച്ചിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഗസ് അടിക്കാൻ പറ്റും. സോ ക്രോസ് സെക്ഷൻ സ്റ്റഡി അല്ല എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ഉറപ്പായി ക്രോസ് സെക്ഷൻ സ്റ്റഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ദെൻ റിമൈനിങ് ആയിട്ട് നമുക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്: കൊഹോർട്ട് സ്റ്റഡി, പാനൽ സ്റ്റഡി, റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി. സോ ഇതിൽ ഏതാണ് ആൻസർ എന്ന് പറഞ്ഞത്? അപ്പോൾ എ എന്ന ആൻസർ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ കൊഹോർട്ട് സ്റ്റഡിയാണ് ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ ആൻസർ എ, കൊഹോർട്ട് സ്റ്റഡി. സോ ഇവിടെ നമ്മൾ കൊഹോർട്ട് സ്റ്റഡിയും ലോഞ്ചിറ്റ്യൂണൽ റിസർച്ച് തന്നെയാണ്. ബട്ട് കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്ന നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡീസിൽ തന്നെ കൈൻഡ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡീസിനെയാണ് നമ്മൾ കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഇത് ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡി ആണെന്നുള്ളൊരു ഹിന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്റ്റഡി എ സ്പെസിഫിക് വെൽ ഡിഫൈൻഡ് പോപ്പുലേഷൻ ഓവർ ടൈം സാമ്പിളിംഗ് ഡിഫറെന്റ് പീപ്പിൾ അറ്റ് ഈച്ച് ഡാറ്റ കളക്ഷൻ പോയിന്റ്. ഇത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഇത് നമുക്ക് ഇതിന്റെ ആൻസർ അതിന്റെ ഒരു ടൈപ്പ് ആയിട്ടുള്ള കൊഹോർട്ട് സ്റ്റഡിയാണ്. ദെൻ പാനൽ സ്റ്റഡി എന്ന് പറയുന്നത് പാനൽ സ്റ്റഡീസ് ആർ എ പെർട്ടിക്കുലർ ഡിസൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡി ഇൻ വിച്ച് ദ യൂണിറ്റ് ഓഫ് അനാലിസിസ് ഫോളോഡ് അറ്റ് സ്പെസിഫൈഡ് ഇന്റർവെൽസ് ഓവർ എ ലോങ് പീരിയഡ്. ലോങ് പീരിയഡിൽ സ്പെസിഫൈഡ് ഇന്റർവെൽസിൽ നമ്മൾ നടത്തുന്ന ലോഞ്ചിറ്റ്യൂണൽ റിസർച്ച് ആണ് പാനൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ദെൻ റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി യൂസസ് എക്സിസ്റ്റിംഗ് ഡാറ്റ ദാറ്റ് ഹാവ് ബീൻ റെക്കോർഡഡ് ഫോർ റീസൺസ് അതർ ദാൻ റിസർച്ച്. മറ്റു പല ആവശ്യം റിസർച്ചിന് അല്ലാതെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഡാറ്റകളെ എക്സിസ്റ്റിംഗ് ഡാറ്റകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പഠനത്തെയാണ് നമ്മൾ റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഡെഫിനിഷനുമായിട്ട് അതൊന്നും പൊരുത്തപ്പെടുന്നല്ല. കൊഹോർട്ട് സ്റ്റഡി ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ അടുത്തതായിട്ട് നമുക്ക് പ്ലേജറിസവുമായി ബന്ധപ്പെട്ട പ്ലേജറിസത്തിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമിലാരിറ്റി ഓഫ് 57% is detected in the thesis submitted by a student. As per UGC regulation 2018 on plagiarism, the student has committed plagiarism of level. ഈ ഏത് ലെവൽ ഓഫ് പ്ലേജറിസം ആണ് ഇവിടെ 57% പ്ലേജറിസം ഉള്ള ഒരു സ്റ്റുഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്? ലെവൽ 1 ആണോ, ലെവൽ 2 ആണോ, ലെവൽ 3 ആണോ, ലെവൽ 4 ആണോ? So Bishir Adani says that option C. Option C. Adani says. Then any other answers? Okay.
ഓപ്ഷൻ സി ലെവൽ 3 ലെവൽ ഓഫ് പ്ലേജറിസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലെവൽ 2 പ്ലേജറിസം ആണ്. സോ നമ്മുടെ ലെവൽസ് ഓഫ് പ്ലേജറിസം ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ലെവൽ 0 സിമിലാരിറ്റീസ് അപ് ടു 10% ആണ് ലെവൽ 0. ഇങ്ങനെ ലെവൽ 0 ഉള്ള ഒരാൾ അഥവാ അപ് ടു സിമിലാരിറ്റീസ് 10% വരെയുള്ള ആളുകൾക്ക് നമുക്ക് നിലവിൽ അവരുടെ ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ദെൻ ലെവൽ 1 സിമിലാരിറ്റീസ് അബൌവ് 10% to 14% ആണ്. ദെൻ ലെവൽ 2 സിമിലാരിറ്റീസ് അബൌവ് 14 to 16% ആണ്. ലെവൽ 3 സിമിലാരിറ്റീസ് അബൌവ് 16% ആണ്. സോ നമ്മുടെ 57 എന്ന് പറയുന്നത് 14 to 16 ഗ്രൂപ്പിലാണ് കിടക്കുന്നത്. സോ ലെവൽ 2 പ്ലേജറിസം ആണ് നമുക്ക് 57 എന്ന് പറയുന്നത്. സോ next one is among the following types of sampling techniques which one is also known as judgmental sampling. Judgmental sampling എന്ന് പറയാവുന്ന ഇത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. താഴെ പറയുന്ന സാമ്പിളിംഗ് ടെക്നിക്സിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കോട്ട സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എനി ആൻസേഴ്സ്? ആരെങ്കിലും ആൻസർ പറഞ്ഞാൽ കോട്ട സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ്. ഓക്കെ, ഓപ്ഷൻ ഡി പേർപ്പസീവ് സാമ്പിളിംഗ് ആണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. സോ പേർപ്പസീവ് സാമ്പിളിംഗ് ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ പേർപ്പസീവ് സാമ്പിളിംഗിന്റെ പേരാണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കോട്ട സാമ്പിളിംഗ്, അതുപോലെ തന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ്. നമ്മൾ സാമ്പിളിംഗ് പഠിക്കുന്ന സമയത്ത് പ്രൊബബിലിറ്റി സാമ്പിളിംഗും അതുപോലെ തന്നെ നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗും പഠിക്കുന്ന സമയത്ത് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ പെട്ടതാണ് പേർപ്പസീവ് സാമ്പിളിംഗ്. പേർപ്പസീവ് സാമ്പിളിംഗിന്റെ മറ്റൊരു പേരാണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ടൈം ഒരു സെഷനും കൂടി നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. സോ നമുക്ക് ചില നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിൽ കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പലരും ആൻസേഴ്സ് പലപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ ഓൾ നമ്മുടെ എജുവൈസ് ലേണിംഗ് ഇനീഷ്യേറ്റീവ്സ് ആണ് നമുക്ക് ഈ ഒരു ഫ്രീ ആയിട്ട് ലൈവ് PYQ സെഷൻ നമുക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. സോ എജുവൈസ് ലേണിംഗ് സൊല്യൂഷൻസിന്റെ ഭാഗമായിട്ട് നടത്തുന്ന 14 days ക്രാഷ് കോഴ്സ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. സോ ഇനി നമുക്ക് അറിയാം, നാളെയാണ് 8-ാം തീയതി, 18-ാം തീയതി ജൂൺ 18 നമ്മുടെ എക്സാം. സോ 14 days വളരെ കറക്റ്റ് ആയിട്ട് 40 ദിവസമാണ് ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത്. ഈ 40 ദിവസം നമുക്ക് കൃത്യമായിട്ട് മെന്ററിങ്ങിലൂടെ നിങ്ങൾക്ക് നെറ്റ് എക്സാം ഈ ഒരു ടേമിൽ തന്നെ ക്രാക്ക് ചെയ്യാനുള്ള കോഴ്സ് എജുവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിങ്ങൾക്ക് ഈ ലൈവ് സെഷൻസും അതുപോലെ നിലവിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കേൾക്കാവുന്നതാണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമാണുള്ളത്. സോ നമ്മുടെ എജുവൈസ് ലേണിംഗ് സൊല്യൂഷൻസിന്റെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സോ താങ്ക് യു ഓൾ. താങ്ക് യു. നമുക്ക് അടുത്ത സെഷനിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.